തിരുവനന്തപുരത്ത് അതിപ്രധാനമായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളൊക്കെ തന്നെ BJP മുന്നേറ്റം കുറിക്കുന്നതാണ്. നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും. പക്ഷേ ഇതിൽ തിരുവനന്തപുരം സെൻട്രൽ മാത്രം BJP മുന്നേറ്റം കുറിക്കുന്നില്ല എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. കാരണം തീരദേശ മേഖല ആയതുകൊണ്ട് അതെപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണെങ്കിലും 2021 തെരഞ്ഞെടുപ്പിൽ LDF തരംഗത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് MLA ആയി തുടർന്ന് 2.5 വർഷക്കാലം മന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അയോഗ്യത കൽപ്പിച്ച് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും LDF സീറ്റ് കൊടുക്കില്ല എന്നുള്ളതും ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ആ സീറ്റ് കൊടുക്കും എന്നും പറയുന്നുണ്ട്. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസിൽ മറ്റൊരാളെ മുമ്പോട്ട് ഉയർത്തിക്കാണിക്കാനായിട്ട് ആന്റണി രാജുവോ ആരും തന്നെ തയ്യാറായിട്ടില്ല. അപ്പോൾ ആ സീറ്റ് CPM തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. ഘടകകക്ഷികളെ ഒക്കെ തന്നെ ഇങ്ങനെ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് നിൽക്കുന്നവരെ ഒക്കെ CPM വിഴുങ്ങുന്നുണ്ട്. അത് അവരുടെ ഒരു അപ്രമാദിത്യ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. ഈ അവസരത്തിൽ ഈ UDF കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. പഴയ വെസ്റ്റ് മണ്ഡലമാണ്. ഇപ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ പ്രധാനമായിട്ട് ഏറ്റുമുട്ടുന്നത് BJPയും കോൺഗ്രസുമാണ്. LDF അവിടെ 3-ാം സ്ഥാനത്ത് മാത്രമാണ്. 3-ാം സ്ഥാനത്ത് മാത്രം എന്ന് പറഞ്ഞാൽ പോരാ, വളരെ പിന്നിലാണ്. അപ്പോൾ BJP കോൺഗ്രസ് ഏറ്റുമുട്ടലാണ്. ഈ നഗരകേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിൽ വോട്ടെണ്ണൽ നടക്കുമ്പോൾ മുൻപിൽ വരുന്നത് BJP ആണ്. തീരദേശ മേഖലയിലെ വോട്ടെണ്ണുമ്പോഴാണ് അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറുന്നത്. ഇതെല്ലാ കാലവും അങ്ങനെ തന്നെ ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് ഈ തിരുവനന്തപുരം സെൻട്രലിന് വേണ്ടി ആഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ UDFിൽ ഘടകകക്ഷിയായ CMBക്ക് നൽകുമെന്നാണ് നേരത്തെ BD സതീശൻ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അത് CMB എന്ന് പറയുമ്പോൾ CP ജോണാണ്. CP ജോണിനെ ഏതെങ്കിലും സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തി നിയമസഭയിൽ എത്തിക്കണം. UDF അധികാരത്തിൽ വന്ന് CP ജോൺ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രി പദവിയും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം എന്നും UDFിനോടൊപ്പം തന്നെ MV രാഘവനോടൊപ്പം പോന്ന് പിന്നീട് അത് കഴിഞ്ഞ് എപ്പോഴും UDFിനോടൊപ്പം തന്നെ നിന്നിട്ടുള്ളതാണ് CMB. അതുകൊണ്ട് CP ജോണിന് ഒരു സുരക്ഷിതമായ ഇടം നൽകുക എന്നുള്ളതാണ് കോൺഗ്രസിലെ ചിലർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗും CP ജോണിനെ സംരക്ഷിക്കുന്നുണ്ട് വേണ്ട തരത്തിൽ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തിരുവമ്പാടി കൊടുക്കാം എന്നുള്ള നേരത്തെ ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷെ തിരുവമ്പാടി VS ജോയിക്ക് കൊടുക്കും എന്നാണ് അറിയുന്നത്. തിരുവമ്പാടി ലീഗിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്, അത് കോൺഗ്രസ് ഏറ്റെടുക്കും. അങ്ങനെ വരുമ്പോൾ അത് VS ജോയിക്ക്, കാരണം VS ജോയിയെ നിലമ്പൂരിൽ ഇറക്കാനായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഇറക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് അതിൽ ശക്തി ആയിട്ട് നിന്നതുകൊണ്ട് ഷൗക്കത്തിന് തന്നെ അത് കൊടുക്കേണ്ടിയും വന്നു. അങ്ങനെ പിന്നീട് ലീഗുമായിട്ടുള്ള ഒരു ചർച്ചയിലാണ് തിരുവമ്പാടി കൊടുക്കുക, അവിടെ VS ജോയിയെ നിർത്തുക എന്നുള്ളത്. തിരുവമ്പാടിയിൽ കോൺഗ്രസിലെ പോലും പലർക്കും നോട്ടമുള്ള ഒരു മണ്ഡലമാണ്. കാരണം ലീഗിന്റെ കോട്ടയാണ്, സുരക്ഷിത മണ്ഡലവും ആണ്. ഇടയ്ക്ക് മുരളീധരനും ആഗ്രഹിച്ചിരുന്നതാണ്, K മുരളീധരൻ. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം സെൻട്രലില് CMBക്ക് കൊടുക്കുന്നതിനോട് അതിശക്തമായ എതിർപ്പുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ചുവരെഴുത്ത് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. കൈപ്പത്തി ചിഹ്നം തന്നെ മണ്ഡലത്തിൽ ഉടനീളം വരച്ച് ഏതാണ്ടൊരു ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയെ മാത്രം അങ്ങോട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മതി, അതിന് ഉള്ള സ്പേസ് മാത്രം ഇട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. CP ജോണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം എതിർത്ത് നിൽക്കുകയാണ്.
അവിടെ തിരുവനന്തപുരം സെൻട്രലിൽ ആരായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS ശിവകുമാർ എന്നുള്ളതാണ്. VS ശിവകുമാർ മുൻപ് വിജയിച്ചിട്ടുള്ളതാണ്. 2011-ലും 2016-ലും ഒക്കെ തന്നെ വിജയിച്ചിട്ടുള്ളതാണ്. 2016-ൽ അവിടെ അന്ന് BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ആയിരുന്നു എന്നുള്ളതാണ്. VS ശിവകുമാറിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. 2021-ൽ വന്നിട്ട് BJPയുടെ സ്ഥാനാർത്ഥി ചലച്ചിത്ര നടൻ കൃഷ്ണകുമാറുമായിരുന്നു. ഇക്കുറി കോൺഗ്രസിൽ നിന്ന് VS ശിവകുമാർ നോട്ടമിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശരത്ചന്ദ്ര പ്രസാദ്, മണക്കാട് സുരേഷ് ഈ ഒരു KC വേണുഗോപാൽ പക്ഷക്കാരനാണ്. KC വേണുഗോപാലിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. KC വേണുഗോപാലിന്റെ ആ ഒരു ചുറ്റിൽ നിന്നുകൊണ്ട് മണക്കാട് സുരേഷ് ആ സീറ്റിന് വേണ്ടിയും ബലപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ശബരിനാഥ് അരുവിക്കരയിൽ നിന്ന് ഇങ്ങ് പോന്നിരിക്കുകയാണ്. അരുവിക്കരയില് സ്റ്റീഫനോട് പരാജയപ്പെട്ട് 2021-ൽ ഇപ്പോൾ കവടിയാർ കോർപ്പറേഷനിൽ കവടിയാർ വാർഡിൽ നിന്ന് കൗൺസിലറായിട്ടാണ് വിജയിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി MLA സ്ഥാനത്തേക്ക് നോട്ടമിട്ടിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലാണ്. അപ്പോൾ CP ജോണിന് തിരുവനന്തപുരം സെൻട്രൽ കൊടുക്കുന്നതിനകത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം അതിശക്തമായ എതിർപ്പോടുകൂടി പ്രത്യേക യോഗം വരെ ചേർന്നിരിക്കുകയാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് AK ആന്റണിയെ സമീപിച്ച് പ്രത്യേക പരാതി തന്നെ നൽകിയിരിക്കുകയാണ്. വളരെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലമാണ് അത്. ഇപ്പോൾ ഒരു UDF തരംഗമുള്ളപ്പോൾ ഇത് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഇവിടെ മാറും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ സീറ്റിന് വേണ്ടി കൂടുതൽ അവകാശവാദവുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ആന്റണി രാജുവിനെ അയോഗ്യത കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു. ആന്റണി രാജു അഥവാ മത്സരിക്കാൻ വന്നാൽ പോലും 8 നിലയിൽ പൊട്ടും. ലത്തിൻ കത്തോലിക്ക വിഭാഗത്തിന്റെ വോട്ടുള്ള ഇടമാണ്. ആ സമുദായവുമായിട്ട് ആന്റണി രാജുവിന് പലതരത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയുമുണ്ട്. അതുമൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്നാണ് ഈ കോൺഗ്രസിലെ ഈ VS ശിവകുമാറും മറ്റും കരുതുന്നത്. അപ്പൊ CP ജോണിനെ കോൺഗ്രസിന് എവിടേക്ക് UDF എവിടേക്ക് കൊണ്ടുചെന്ന് നിർത്തും എന്നുള്ളതാണ്. കാരണം CP ജോൺ തന്നെ ഏതാണ്ട് ഒരു 2 വർഷത്തിന് മുകളിലായി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ കുന്നംകുളവും മറ്റും കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ സുരക്ഷിതമല്ലാതെ മാറുകയും UDF അധികാരത്തിൽ വരികയും ചെയ്യുന്നു. ഘടകകക്ഷിയായിട്ടുള്ള CMBയിൽ നിന്ന് CP ജോൺ ഇല്ലാതെ വരേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നും മുന്നണി ആശങ്കപ്പെടുന്നുണ്ട്. എന്തായാലും CP ജോണിനെ കൂടെ നിർത്താൻ തന്നെയാണ്. അതുകൊണ്ടാണ് VD സതീശൻ മുൻപ് പറഞ്ഞത് ഇത് CP ജോണിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് ഈ മണ്ഡലമെന്ന്. കോൺഗ്രസിന് ആയാലും CPM-നെയും ഒക്കെ മാറി മാറി അനുകൂലിച്ചുമൊക്കെ പ്രതികൂലിച്ചുമൊക്കെ നിന്നിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ. ആ സെൻട്രലിന് വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസുകാർ കൂടുതൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിലെ പ്രബലമായ സ്ഥാനം VS ശിവകുമാർ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലില് ഈ തെരഞ്ഞെടുപ്പിനപ്പുറമുള്ള വേറൊരു പൊരിഞ്ഞ പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.